സെൻസർ ചെയ്തപ്പോൾ കുറച്ച് സീൻസ് പോയി എന്നായിരുന്നല്ലോ പറഞ്ഞത്. അപ്പം അത് നമുക്ക് എപ്പോഴെങ്കിലും പിന്നീടൊക്കെ കാണാൻ പറ്റുമോ? സെൻസർ ഏറ്റവും പോയത് ഞങ്ങളുടെ കിസ്സാണ്. ആർട്ടിലെയും ഗോകുലിൻ്റെ കിസ് കുറച്ച് പോയി. ഞങ്ങൾ മാക്സിമം ചോദിച്ചു നോക്കി വെക്കാൻ പറ്റും. എനിക്കും ആർട്ടിലേക്കും ഗോകുലിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും. ഇറ്റ്സ് ഓൾ അബൌട്ട് അച്ചൂസ്. അച്ചുവിൻ്റെ തലയ്ക്കകത്തെ ക്രേസി ഐഡിയാസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിം എന്ന് പറയുന്നത്. ഈ ഫിലിം എത്രത്തോളം എൻ്റെയാണ് അത്രത്തോളം അച്ചുവിൻ്റെ ആണെന്ന് ഞാൻ പറയും. അത് ആ എഡിറ്ററിൻ്റെ അത്രയും ക്രാഫ്റ്റ് ഉള്ളതുകൊണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് മ്യൂസിക്കും. എത്രത്തോളം എൻ്റെ പടമാണ് അത്രത്തോളം ശങ്കറിൻ്റെയും പടമാണ്. മ്യൂസിക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രത്തോളം വേർഷൻസ് അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇനിയുള്ള ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റോ വന്നിട്ട് ഇപ്പോൾ ഡേറ്റാസൊക്കെ നമ്മുടെ ഇൻ്റർനെറ്റ് കട്ടാവുന്നു, ഡേറ്റാസ് പോകുന്നു, സിനിമകളെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ എന്തായിരിക്കും അരുൺ ചേട്ടൻ ചെയ്യുക? ഫിസിക്കൽ മീഡിയയിലേക്ക് ആർക്കൈവ് ചെയ്യുക പ്ലീസ്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫെലോ ഫിലിം മേക്കേഴ്സ്, സിനിമ ഫയൽസ്, പ്ലീസ് ഓപ്റ്റൈൻ യുവർ ഡാറ്റ. അത് ക്രിസ്റ്റഫർ നോളൻ ലാസ്റ്റ് ടൈം സ്ട്രീമിംഗ് സർവീസിനെ ക്രിട്ടിസൈസ് ചെയ്തതിൻ്റെ മേജർ റീസൺ അതായിരുന്നു. കാരണം നിത്യജീവിതത്തിൽ ചെളിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഞാൻ. മാക്സിമം അതിനകത്ത് പറയാനുണ്ട്, സ്വയം ചെളി പറഞ്ഞ് സ്വയം ചിരിക്കുന്ന ആളാണ് ഞാൻ എന്നുള്ളത്. പക്ഷെ എന്നാലും ഞാൻ ആ ചെളി പറഞ്ഞ് ഞാൻ സ്വയം ചിരിക്കാറുണ്ട്. എനിക്കത് ഹാപ്പിനെസ് തരാറുണ്ട്. ഗൂഗിൾ പറഞ്ഞ ഐഡിയയിലാണ് ഞാൻ ട്രെയിലറിന് വേണ്ടിയിട്ട് ആ പെർട്ടിക്കുലർ ഷോട്ട് എക്സ്ട്രാ നമ്മൾ ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഹ്യൂമറൊക്കെ ഗൂഗിളിൻ്റെയും ഹ്യൂമറൊക്കെയും ഭയങ്കര രസമാണ് കേട്ടത്. അപ്പം നമ്മളുടെ ഈ ഗ്രൂപ്പിൻ്റെ ഹ്യൂമറാണ് മൊത്തത്തിൽ മേ ബി, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഒരുമിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ചോക്ലേറ്റിലെ ജയസൂരിയുടെ അവസ്ഥയായിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം ഈ റെസ്പോൺസ് വന്നപ്പം. ആദ്യമായിട്ട് എൻ്റെ സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. അതായിരുന്നു ഞാൻ കൂടുതൽ പേർക്കും അയച്ചു കൊടുത്തിരുന്ന 2 മീംസ് എന്ന് പറയുന്നത് ചോക്ലേറ്റിലെ ജയസൂരിയുടെ ഫോട്ടോയും പ്ലസ് അയാൾക്കഥ എഴുതിനകത്ത് നൈറ്റ് ഇട്ടുകൊണ്ട് വന്ന് നന്ദി പറയുന്ന ലാലേട്ടൻ്റെ ഫോട്ടോ ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. അതായിരുന്നു നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം സിനിമ റിലീസ് ആവാനായിട്ടൊരു ചെറിയ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഫെസ്റ്റിവൽസിന് 25ഓളം അവാർഡ്സ് അല്ലേ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഫെസ്റ്റിവൽസിനൊക്കെ പോയ റീസൺ കാരണമായിരുന്നു ഇവിടെ റിലീസ് ഡിലേ വന്നത്? അല്ല, ഫെസ്റ്റിവൽസിന് നമ്മൾ ഫെസ്റ്റിവൽ റൺ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 22-23 പീരീഡാണ്. അപ്പോൾ 23യുടെ ഒരു മിഡോടുകൂടി എനിക്ക് തോന്നുന്നു ഫെസ്റ്റിവലിൻ്റെ റണ്ണ് ഞങ്ങളൊന്ന് പതുക്കെ ക്ലോസ് ചെയ്തു. ബിക്കോസ് നമ്മളെല്ലാം കിട്ടുന്ന ഫെസ്റ്റിവലൊക്കെ ഇൻ്റർനാഷണലി ഈ ജോണർ ബേസ്ഡ് ഫെസ്റ്റിവൽസ് ആയിരുന്നു. അതായത് മോക്യുമെൻ്ററി ബേസ്ഡ്, സൈഫൈ ബേസ്ഡ്, അതേപോലെ തന്നെ സൗത്ത് ഏഷ്യൻ ഫിലിംസിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫിലിം ഫെസ്റ്റിവലൊക്കെ നമ്മൾ വിട്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫെസ്റ്റിവൽ നമ്മൾ എൻ്റെ ഒരു US-ലുള്ള ഫിലിമിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഇൻഡസ്ട്രിയിൽ ഹോളിവുഡ് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, രാഹുൽ മേനൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാഹുലിൻ്റെ നല്ല ഒരു കൃത്യമായി അതിനെ സോർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് ട്രൈ ചെയ്തതൊക്കെ. അപ്പം ഇങ്ങനത്തെ ഫെസ്റ്റിവൽസിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇവിടുത്തെ പോപ്പ് കൾച്ചറിൻ്റെ ഒരു ഹ്യൂമർ ഒന്നും മനസ്സിലാക്കാതെയാണ് അവരവിടെ ഫിലിം കാണുന്നത്. പക്ഷെ അവർക്ക് അവിടെ കിട്ടുന്നത് സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്സിൻ്റെതും ഇവിടുത്തെ റിലീജിയസ് എക്സ്ട്രീമിസത്തിൻ്റെ ഒക്കെ ഉള്ളൊരു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടുത്തെ പൊളിറ്റിക്സിലൊക്കെ അവർ പറഞ്ഞു കേട്ട് അറിവുള്ള കാര്യങ്ങളുടെ ഒരു ഫ്യൂച്ചർ സ്പെക്കുലേഷനൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു അപ്രിസിയേഷൻ ആയിരുന്നു അവിടെ കിട്ടിയത്. പിന്നെ ഈ ജനറൽ ബേസ്ഡ് മോക്യുമെൻ്ററി രീതി പോകുന്ന സമയത്ത് സൗത്ത് ഏഷ്യൻ ഹ്യൂമറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത ഒരു മോക്യുമെൻ്ററി ശൈലിയിൽ കാണുന്ന സമയത്ത് അവർക്കൊരു കൗതുകം ഉണ്ടായിരുന്നു അതിൻ്റെ. അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക്കിലും ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. മ്യൂസിക്കലി നമ്മൾ ഈ വെസ്റ്റേൺ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യൻ തനതായിട്ടുള്ള ട്രഡീഷണൽ മ്യൂസിക്സിൻ്റെ ഒക്കെ ഒരു BGM ഒക്കെ അങ്ങനെയായിരുന്നു നമ്മൾ ട്രൈ ചെയ്യുന്നത്. BGM ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ലെങ്തും ഉണ്ടായിരുന്നു ഫിലിമിന്. അപ്പോൾ ഈ മൂവി ഇതിൻ്റെ ഒരു ട്രെയിലർ നമ്മൾ ലാസ്റ്റ് ഒരു കോമിക്കോണിൻ്റെ ടൈമിൽ നമ്മളൊരു കോമിക്കോണിലാണ് ആദ്യമായിട്ടത് ഇന്ത്യയിൽ ആദ്യമായിട്ടത് ഫീച്ചർ ചെയ്യുന്നത്, കൊച്ചി വെച്ചിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടീമും ഒരു 18 to 25 ഏജിൽ വരുന്ന പിള്ളേരായിരുന്നു. കാരണം അവർക്കാണ് അൾട്ടിമേറ്റ്ലി ഇത് മനസ്സിലാവുന്നതാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ നല്ല റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിലർ റെഡിറ്റിൽ ലീക്കായി ഒരു ഫെസ്റ്റിവലിൽ നിന്ന്. ആരും ഒരാൾ കൊണ്ടുവന്നിട്ട് റെഡിറ്റിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പെട്ടെന്നൊരു പ്രഷറിൽ ഹൈ അലർട്ടിൽ നമുക്കിത് റിലീസ് ചെയ്യേണ്ട വന്നു ട്രെയിലർ. അങ്ങനെയാണ് പ്രശാന്തേട്ടൻ കാണാൻ ഇടവരികയും പ്രശാന്തേട്ടൻ ഈ സിനിമയ്ക്കകത്തോട്ട് വരുന്നതും നമുക്ക് ബാക്കിയുള്ള ഹെൽപ്പും കാര്യങ്ങളും ക്രിയേറ്റീവായിട്ട് നമ്മൾ അസിസ്റ്റ് നമ്മളെല്ലാവരും ഇരുന്ന് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ പുള്ളി അങ്ങനെയാണ്. അപ്പോൾ ആ സമയം തൊട്ട് എനിക്ക് തോന്നുന്നു ജാൻ തൊട്ടിട്ട് നമ്മൾ ആക്റ്റീവ്ലി റിലീസിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഫെസ്റ്റിവൽ കഴിയുന്നതിന് മുമ്പും നമുക്ക് ഇതിന് റിലീസിന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് തിയേറ്റർ കിട്ടുമോ? ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഈ മൂവി കണ്ട ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഇതിറക്കി ഒരിക്കലും വിജയിക്കത്തില്ല, ആൾക്കാരെ കാണില്ല എന്നുള്ള രീതിയിൽ നമ്മളോട് കമൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പീരീഡ് കൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഒരു ഇൻ്റർവ്യൂവിനകത്ത് നമ്മളിതിനെ ഒരു മുഖവരയുടെ കൂടെയോ അല്ലെങ്കിൽ മാക്സിമം നമ്മളതിനെ വൃത്തിയായിട്ട് മാത്രമേ നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ മാത്രം പറയുന്നു. നമ്മൾ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഫേസിൽ റിജക്ഷനിൽ കൂടിയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നത് 2024 അതിന് പേ ഓഫ് തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊരു സർക്കിൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി നമുക്ക്.
ഇപ്പം തിയേറ്റേഴ്സും ഒരുപാട് തിയേറ്റേഴ്സ് ഇപ്പം വരുന്നുണ്ട്. ഞാനിപ്പം റിലീസായ ടൈമിലെ അത് കഴിഞ്ഞിട്ടുള്ള തിയേറ്റർ ലിസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് തിയേറ്റേഴ്സ്, ഇപ്പം കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ തിയേറ്റേഴ്സിലും ഇപ്പോൾ സിനിമയുണ്ട്. അതെ. അപ്പം ഇതിൽ കാണിക്കുന്ന ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റ്, ഒരു 2040 ആ ഒരു 43 അതാണ് കറക്റ്റ് കാണിക്കുന്നത്. അപ്പം ഞാൻ റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യുന്ന രീതിയിലൊന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റോ വന്നു, ഇപ്പോൾ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോൾ അജു വർഗീസിൻ്റെ ക്യാരക്ടർ ലൈക്ക് വൈബ് ആൾ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായി വന്നു, പെട്ടെന്ന് ഡേറ്റ നിന്ന് പോകുന്നു, ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതായി പോകുന്നു. അപ്പം നമ്മുടെ ഇനിയുള്ള ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റോ വന്നിട്ട് ഇപ്പോൾ ഡേറ്റാസൊക്കെ നമ്മുടെ ഇൻ്റർനെറ്റ് കട്ടാവുന്നു, ഡേറ്റാസ് പോകുന്നു, സിനിമകളെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ എന്തായിരിക്കും അരുൺ ചേട്ടൻ ചെയ്യുക? ഫിസിക്കൽ മീഡിയയിലേക്ക് ആർക്കൈവ് ചെയ്യുക പ്ലീസ്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫെലോ ഫിലിം മേക്കേഴ്സ്, സിനിഫൈൽസ്, പ്ലീസ് ഓഫ്ലൈൻ യുവർ ഡാറ്റ. അത് ക്രിസ്റ്റഫർ നോളൻ ലാസ്റ്റ് ടൈം സ്ട്രീമിംഗ് സർവീസിനെ ക്രിട്ടിസൈസ് ചെയ്തതിൻ്റെ മേജർ റീസൺ ഇതായിരുന്നു. കാരണം മൊണോപ്പൊളി രീതിയിൽ നമ്മൾ കോർപ്പറേറ്റ്സ് നമ്മുടെ മൂവി കൊടുത്തു കഴിഞ്ഞാൽ വൺ സ്ട്രീമിംഗ് സർവീസ് അവർക്ക് തോന്നിയ പോലെ എന്ത് രീതിയിലും അതിനെ സെൻസർ ചെയ്യുകയോ അതിനെ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർന്നു, അവിടെ നമുക്കൊന്നും കിട്ടാതാവും. അപ്പം ഫിസിക്കൽ മീഡിയ എപ്പോഴും കയ്യിൽ വെക്കുക, മാക്സിമം ബ്ലൂറൈസ് പോലത്തെ കളക്ട് ചെയ്യുക. എനിക്കങ്ങനെ ഒരുപാടൊന്നും ഇല്ല, ബട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. പണ്ട് തൊട്ട് നമ്മൾ ഈ ടൊറൻറ്റിൻ്റെ ഏജിൽ വന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല മൂവീസിൻ്റെ നല്ലൊരു റിപ്പൊക്കെ നമ്മൾ കയ്യിൽ വെക്കാറുണ്ട്. ലീഗലി നല്ല മൂവീസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഐ മീൻ DVD, ബ്ലൂറൈസ് ഒക്കെ കളക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്കൊരു സജഷനുണ്ട്. നമ്മുടെ അഭിനന്ദ് സുന്ദർ നായക്, മോഹൻലാലിൻ്റെ ഡയറക്ടറൊക്കെ അതിനെപ്പറ്റി ഭയങ്കര പോപ്പുലറായിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ എപ്പോഴും അതിനെപ്പറ്റി സ്റ്റോറി ഇടുന്ന കാണാം, ഷെയർ ചെയ്യുന്ന കാണാം. സോ എനിക്കും പറയാനുള്ളത്, നമ്മളുടെ ഒരിക്കലും സ്ട്രീമിംഗ് സർവീസ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു സിനാരി വരുന്ന സമയത്ത് ഒരു സിനിഫൈൽ ഒന്നുമില്ലാതെ ഓഫ്ലൈൻ ആയി പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ സിനിമകൾ വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് കീപ്പ് ചെയ്യുക. ഇപ്പം ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ 2024 ഇപ്പം നമ്മുടെ ഇമാജിനേഷനാണ്, ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഈ ഒരു ഇമാജിനേഷനിൽ ചെയ്താണ് ഇത്തരത്തിലൊരു സൈഫൈ സിനിമകൾ. എങ്കിലും ഈ 2043 ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു തോട്ടിലോട്ട് എത്തിയത് എങ്ങനെയാണ്? ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്സ് സിനാരിയോ പറയുന്ന സമയത്ത് നമ്മൾ ഈ മാഡ് മാക്സോ അല്ലെങ്കിൽ പുറത്ത് പറയുന്ന ബുക്ക് ഓഫ് ലി, ആം ലെജൻഡ് പോലെയൊക്കെ വളരെ ഡെസേർട്ട് ആയിട്ടുള്ള ടെറൈനിലൊന്നും ആയിരിക്കില്ല നമ്മൾ നടക്കുന്നത്. എനിക്കറിയാം, നമ്മൾ സബ്മേർജ്ഡ് ആയിട്ടുള്ള വളരെ സീ ലെവലിന് താഴെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ. ഉറപ്പായിട്ടും വെള്ളം കയറിയിട്ടുള്ള ഫ്ലഡിങ് അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇപ്പം മഴ ക്ലാരയില്ലല്ലോ, 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണല്ലോ. ഞാനാണെങ്കിൽ പത്തനംതിട്ടക്കാരനാണ്, അപ്പോൾ എനിക്ക് ആ ടെൻഷൻ പമ്പയാറിന് തൊട്ടടുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാം എന്താണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു ഡൂംസ്ഡേ സിനാരിയോ ആലോചിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി തോന്നാൻ ചാൻസസ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു നിയർ ഫ്യൂച്ചർ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊരു ഫാർ ഫ്യൂച്ചർ പറയുമ്പോൾ സമയത്ത് അപ്പോഴത്തെ ടെക്നോളജി, അതിൻ്റെ ആ സമയത്തെ പ്രോഡക്റ്റ് ഡിസൈനുകൾ, ആ സമയത്തെ വാർത്താവിനിമയം, മേ ബി നമ്മളുടെ എക്സ്ചേഞ്ച് ഓഫ് കറൻസി ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ നമുക്കൊരു മാസ്റ്റർ മൈൻഡ് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എന്തൊരു പൊസിഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് ചെയ്ത് കൈകൊള്ളുന്നതിനേക്കാൾ നല്ലതാണ് നിയർ ഫ്യൂച്ചറിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ് വിചാരിച്ചിട്ടാണ്. അപ്പം ഈ സിനിമയിൽ പ്രൊഡക്ഷൻ ഇതിനേക്കാളും ടൈമും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വന്നിട്ടുള്ളത് പോസ്റ്റ് പ്രൊഡക്ഷനിലായിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ CG, VFX ഇതിനെല്ലാം നമ്മൾ ഒരുപാട് ടൈം ആൻഡ് എഫേർട്ടും അതുപോലെ തന്നെ പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത് ഇതിൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ. ഇപ്പം ഒരുപാട് സിനിമകളുടെ ഇപ്പോൾ എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് പ്രീ പ്രൊഡക്ഷനിൽ നിന്ന് ചെയ്തു വെക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു സിനിമയുടെ എഡിറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? സോ ഇത് ഒരു മോക്യുമെൻ്ററി ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ബൈറ്റ്സ്, പല ഇൻ്റർകട്ട്സുകളും കാര്യങ്ങളൊക്കെ ഫിലിമിൽ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഓൾറെഡി ഒരു മോക്യുമെൻ്ററിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളൊരു രീതിയിലായിരുന്നു എൻ്റെ എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നത്. സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടായിരുന്നത്. സോ അത് തന്നെ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇടയ്ക്ക് വരാൻ പോകുന്ന ഒരു പെട്ടെന്ന് ആ മെയിൻ സീൻ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് വരാൻ പോകുന്ന ഒരു ബൈറ്റിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമായിരുന്നു. ഇനിഷ്യലി ഇത് എഡിറ്റ് ചെയ്തിരുന്നത് ഇതിനകത്ത് കോർഡിനേറ്ററായിട്ടുള്ള അരുൺ മന്മഥനായിരുന്നു. അരുൺ മന്മഥൻ ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് അച്ചു ആണ് ഇന്ന് ബാക്കി ഹാൻഡ് ഓവർ ചെയ്ത്. അച്ചുവിൻ്റെ പടമാണ്, അച്ചുവിൻ്റെ എഡിറ്റിംഗ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. അരവിന്ദ് ജസ്റ്റ് ഫസ്റ്റ് ഷെഡ്യൂൾ എഡിറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. നമ്മൾ ടോക്കൺ ഓഫ് ലവിൻ്റെ പേരിലാണ് അരവിന്ദ് നമ്മൾ ആ ക്രെഡിറ്റ് വെച്ചേക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് അച്ചുവിൻ്റെ തലയ്ക്കകത്തെ ക്രേസി ഐഡിയാസാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിം എന്ന് പറയുന്നത്. ഈ ഫിലിം എത്രത്തോളം എൻ്റെയാണ് അത്രത്തോളം അച്ചുവിൻ്റെ ആണെന്ന് ഞാൻ പറയും. അത് ആ എഡിറ്ററിൻ്റെ അത്രയും ക്രാഫ്റ്റ് ഉള്ളതുകൊണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് മ്യൂസിക്കും. എത്രത്തോളം എൻ്റെ പടമാണ് അത്രത്തോളം ശങ്കറിൻ്റെയും പടമാണ്. മ്യൂസിക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രത്തോളം വേർഷൻസ് അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവൻ ഫെസ്റ്റിവൽ ഔട്ടിന് വേണ്ടി ചെയ്ത മ്യൂസിക് ആ വേർഷൻ്റെ ഫേവറേറ്റ് ആണ്. ഹോപ്പ്ഫുള്ളി സം ഡേ ഐ ക്യാൻ റിലീസ് എ ഡയറക്ടേഴ്സ് കട്ട്.
അതിൽ കാണാൻ പറ്റുമായിരിക്കും ഫെസ്റ്റിവൽ കട്ട്, അവൻ്റെ മ്യൂസിക് കേൾക്കാൻ പറ്റുമായിരിക്കും അതിൽ. അതേപോലെ എനിക്ക് തോന്നുന്നു ഒരു എഡിറ്റിംഗ് രീതിയിൽ ആലോചിക്കുന്ന സമയത്ത് തന്നെ ഈ ക്ലൈമാക്സിലൊക്കെ വരുന്ന നമ്മൾ ഭൂമിയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പ്ലാനറ്റിലേക്ക് പോകുന്ന ഒരു സ്റ്റാർ ഗേറ്റ് സീക്വൻസിൽ നിന്നൊക്കെ സ്പേസ് സ്റ്റഡീസിലെ സ്റ്റാർ ഗേറ്റ് സീക്വൻസുമായിട്ടൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ഞാനൊരു സീക്വൻസ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആദ്യം തൊട്ട് തന്നെ നമ്മൾ കഥ പറയുന്ന സമയത്ത് തന്നെ ആൾക്കാരോട് പെട്ടെന്ന് നമ്മൾ ആ ഗ്ലോബിൽ നിന്നൊരു മാച്ച് കട്ട് ചെയ്ത് ഭൂമിയുടെ പുറത്തേക്ക് വരും. അവിടെ നിന്ന് നമ്മൾ ഒരു വേം ഹോളിൽ കൂടെ കയറി, ഒരു ബ്ലാക്ക് ഹോളിൽ കൂടെ കയറി, അതിനൊരു വേം ഹോളിൽ കൂടെ ഒരു വേറൊരു ഗാലക്സിയിലെ വേറൊരു സൈഡിൽ നിന്ന് ഇറങ്ങും എന്നൊക്കെയുള്ളത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇത് പറഞ്ഞ് ബലപ്പിക്കാനേ പറ്റുള്ളൂ. അത് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ മാത്രം അത് എങ്ങനെയുണ്ടെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. സോ അത് ചെയ്തൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മൂവിയുടെ ഒരു ബ്ലെൻഡ് എന്താണെന്നുള്ളത് ഈ കാസ്റ്റിനും ക്രൂവിനും ഒക്കെ മനസ്സിലായിട്ടുള്ളൂ. അപ്പം ഓൾ ടുഗദർ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊണ്ടുവന്ന എലമെൻസുകൾ ഒരുമിച്ച് വെച്ച് ടൈം ലൈൻ അടുക്കി ഒരു ഫൈനലി റെൻഡർ ചെയ്തത് ഒരു സീംലെസ് ആയിട്ട് കാണുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ഈ കോർ ടെക്നിക്കൽ ടീം എനിക്ക് തന്ന സപ്പോർട്ടാണ്. അതില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല, വെറുതെ അവർക്കൊരു നന്ദി പറഞ്ഞ് ഒരു ഔപചാരികത ക്രിയേറ്റ് ചെയ്യല്ല. ബട്ട് സ്റ്റിൽ മോക്യുമെൻ്ററി പോലത്തെ ഒരു സബ്ജക്റ്റ് നമ്മളോട് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ധാരണയുള്ളതും അതിൽ നമ്മളുടെ സെൻട്രൽ നിൽക്കുന്ന ഡയറക്ടറിനെ വിശ്വസിച്ച് അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണ് അല്ലാതെ സ്ട്രോങ് ബിൽഡേഴ്സ്. അവർ നമ്മൾ പറയുന്ന കേട്ടില്ലെങ്കിലോ അവർക്ക് നമ്മൾ പറയുന്നതിനകത്ത് സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ ഒക്കെ എനിക്ക് തോന്നുന്നില്ല ഈ റിസൾട്ട് കിട്ടുമെന്നുള്ളത്. സോ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഈസ് ടു മച്ച് വാല്യുബിൾ. ഈ ഫെസ്റ്റിവൽ കട്ടിന് പറഞ്ഞായിരുന്നു സെൻസർ ചെയ്തപ്പോൾ കുറച്ച് സീൻസ് പോയി എന്നായിരുന്നല്ലോ പറഞ്ഞത്. അപ്പം അത് നമുക്ക് എപ്പോഴെങ്കിലും പിന്നീടൊക്കെ കാണാൻ പറ്റുമോ? സെൻസർ ഏറ്റവും പോയത് ഞങ്ങളുടെ കിസ്സാണ്. ആർട്ടിലെയും ഗോകുലിൻ്റെ കിസ് കുറച്ച് പോയി. ഞങ്ങൾ മാക്സിമം ചോദിച്ചു നോക്കി വെക്കാൻ പറ്റും. എനിക്കും ആർട്ടിലേക്കും ഗോകുലിന് നല്ല വിഷമമുണ്ട് അതിനകത്ത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ കുറച്ച് ഈ ബീഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പം അത് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. അതിനൊരു പോസിബിലിറ്റി ഇല്ല. നമ്മൾ ലീഗലി ഒഫീഷ്യലി അവർ പറയുന്ന പോലെ എല്ലാ കട്ട്സും വരുത്തിയിട്ടാണ് നമ്മൾ ഈ സിനിമ കാണിച്ചേക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്തെങ്കിലും നമുക്ക് ഫെസ്റ്റിവൽ ഔട്ട് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ഇനിയും ഉള്ള US-ലുള്ള ഫെസ്റ്റിവൽസിൽ ഒരു ഓപ്പൺ ഫോറം പോലെ വരുവാണെന്നുണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി പോസ്റ്റ് എ ലിങ്ക് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ വാച്ച് ദ ഫെസ്റ്റിവൽ വേർഷൻ. ഒരു സിനിമ ഇതിൽ ഹ്യൂമർ കൊണ്ടുവരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞു ഹ്യൂമർ ആഡ് ചെയ്തത് ബിസിനസ് സൈഡും കൂടെ നോക്കിയിട്ടായിരുന്നു എന്ന്. പക്ഷേ ഒരു സൈഫൈ ചെയ്യുമ്പോൾ അതിൽ ഹ്യൂമർ എലമെൻ്റ് ഉള്ള സിനിമകൾ കുറവാണ്. അപ്പോൾ ഈ ഹ്യൂമർ വർക്കൗട്ട് ആകുമോ ഇല്ലയോ, അതിൻ്റെ ആ ഒരു ഫസ്റ്റ് തോട്ട് എങ്ങനെയായിരുന്നു പോയത്? നിത്യജീവിതത്തിൽ ചെളിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഞാൻ. മാക്സിമം അതിനകത്ത് പറയാനുണ്ട്, സ്വയം ചെളി പറഞ്ഞ് സ്വയം ചിരിക്കുന്ന ആളാണ് ഞാൻ എന്നുള്ളത്. പക്ഷെ എന്നാലും ഞാൻ ആ ചെളി പറഞ്ഞ് ഞാൻ സ്വയം ചിരിക്കാറുണ്ട്. എനിക്കത് ഹാപ്പിനെസ് തരാറുണ്ട്. അപ്പോൾ എൻ്റെ ഡോപ്പമൈൻ മെയിൻലി ഇതുപോലത്തെ പല തമാശകളും ഞാൻ റിയൽ ലൈഫിൽ പല ശ്രീനിവാസ് സാറിൻ്റെയും പഴയ പ്രേം സാറിൻ്റെയൊക്കെ പടത്തിലെ പല ഡയലോഗുകളും കോട്ട് ചെയ്യുന്ന, പോപ്പ് കൾച്ചർ ഒരുപാട് യൂസ് ചെയ്യുന്ന, ടു മച്ച് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഈ പടത്തിനകത്തുള്ള ഒരു വോയിസ് ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരാളെ പറ്റിയിട്ട് പറയണമെന്നുണ്ട്. രസാന്തരത്തിലെ ഇന്നസെന്റ് മറ്റേ പറയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ ഈ രീതിയിൽ എനിക്ക് അങ്ങനെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഒരു അനോളജി പോലെ നമ്മളൊരു മെറ്റഫോർ പോലെ പറയുന്ന ഒരുപാട് പോപ്പ് കൾച്ചർ റെഫറൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ ഹ്യൂമറിൻ്റെ സൈഡെന്ന് തോന്നുന്നു. പിന്നെ നമ്മളുടെ ഒരു ലൈക്ക് മൈൻഡഡ് ആൾക്കാരോട് സംസാരിക്കുമ്പം അവരുടെ ഒരു മ്യൂച്വൽ അപ്രിസിയേഷൻ ഉണ്ടല്ലോ നമ്മളുടെ ഹ്യൂമറിനോട്, നമ്മളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ നിന്ന് കിട്ടിയൊരു വിശ്വാസവും കോൺഫിഡൻസിലുമാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ കോ റൈറ്ററും കൂടെ ഇതിൽ അറ്റംപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം അവൻ്റെയും ശിവസായി, ഇതിൻ്റെ കോ റൈറ്റർ ശിവസായിയുടെ ഒരുപാട് ഹ്യൂമറിൻ്റെ സൈഡ് ഇതിൽ ഞങ്ങൾ രണ്ടുപേരും കോ ഡിസ്കസ് ചെയ്ത് ചളിയൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് ഗൂഗിളിൽ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾ ഡയലോഗ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് ഗൂഗിളിൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് ഡയലോഗ്സുകളിൽ. ഗൂഗിളിൻ്റെ ബൈറ്റ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ട്രെയിലറിനകത്ത് ലാസ്റ്റ് ഇറങ്ങിയ ട്രെയിലറിനകത്ത് രാഘവനോട് മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു ഗൂഗിൾ ഇടയ്ക്ക് ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് കയറി വരുന്നുണ്ട്. വാട്ട് യു വാണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ സിനിമയ്ക്കകത്ത് ആ ഗൂഗിൾ കയറി വരുന്നില്ല. സിനിമയ്ക്കകത്ത് ആ സാർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഗൂഗിൾ പറഞ്ഞ ഐഡിയ ആണ്, നമുക്ക് ട്രെയിലറിന് വേണ്ടിയിട്ടൊരു ഇതേ സെയിം ഷോട്ട് തന്നെ ഞാൻ ഇടയ്ക്ക് കയറുന്ന രാഘവനെ എടുത്തുകൊണ്ട് പോവുക, നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്താലോ എന്ന്. അപ്പോൾ ഗൂഗിൾ പറഞ്ഞ ഐഡിയയിലാണ് ഞാൻ ട്രെയിലറിന് വേണ്ടിയിട്ട് ആ പെർട്ടിക്കുലർ ഷോട്ട് എക്സ്ട്രാ നമ്മൾ ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഹ്യൂമറൊക്കെ ഗൂഗിളിൻ്റെയും ഹ്യൂമറൊക്കെയും ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഗ്രൂപ്പിൻ്റെ ഹ്യൂമറാണ് മൊത്തത്തിൽ മേ ബി, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഒരുമിച്ച് പറഞ്ഞിരിക്കുമ്പം ആ ചിരി ഉണ്ടാക്കാറുണ്ട് പലരും പറയുന്ന ഹ്യൂമർ. അപ്പം എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ
വന്ദനത്തിലൊക്കെ കാണുന്ന ഹ്യൂമർ ഇല്ലേ, മറ്റേ തിരുവനന്തപുരം അല്ലെങ്കിൽ നമ്മൾ ആ തെക്കൻ ശൈലിയിലുള്ള അതുപോലത്തെ ഒരു സാധനമാണ് നമ്മളത് മോസ്റ്റ്ലി പിടിച്ചേക്കുന്നത്. ഡേ അല്ലെങ്കിൽ കളിക്കുക എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഞങ്ങൾ നിത്യജീവിതത്തിൽ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ സംസാരിക്കാറ്. അപ്പോൾ അതായിരിക്കാൻ തോന്നുന്നു ഇവിടെ റിഫ്ലക്ട് ചെയ്തേക്കുന്നത്. ഈ ഗോകുൽ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ AI രാഘവൻ്റെ അതിൽ തന്നെ കുറച്ച് കോമഡീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് സെറ്റിൽ നിൽക്കുമ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ അതോ? അല്ലല്ല, രാഘവനൊക്കെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ട് പോയിട്ടുള്ളതാണ്. പിന്നെ പ്ലസ് നമുക്ക് രാഘവൻ നമുക്ക് പോസ്റ്റിൽ നമ്മൾ രാഘവൻ്റെ ഒരുപാട് പ്രീക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു ഈ കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വോയിസ് ആർട്ടിസ്റ്റായിട്ടും അല്ലെങ്കിൽ വോയിസ് ആയിട്ട് മാത്രം വരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഒക്കെ പോസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ചാൻസസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഈ ആദ്യമായിട്ട് ഈ സിനിമ റിലീസായി ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ, ഇതിനു മുൻപും സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്തര ഒരു ഡിഫറെൻറ്റ് രീതിയിൽ ഡിഫറെൻറ്റ് ജോണറിലല്ലേ ഡിഫറെൻറ്റ് അറ്റംപ്റ്റിൽ വന്നിട്ടുള്ളൊരു സിനിമ ഇത് കേരളത്തിൽ റിലീസ് ചെയ്തപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നായിരുന്നു വിചാരിച്ചത്? എക്സ്പെക്ടേഷൻ എനിക്ക് അറിയില്ല, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല. തലേദിവസം രാത്രി കിടന്നുറങ്ങുന്ന നേരത്തും അതിനെപ്പറ്റി ആലോചിച്ചില്ല. ബിക്കോസ് സാജ് ബേക്കറിയൊക്കെ ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എയറിലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചില്ല. എന്നാലും ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ചോക്ലേറ്റിലെ ജയസൂരിയുടെ അവസ്ഥയായിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം ഈ റെസ്പോൺസ് വന്നപ്പം. ആദ്യമായിട്ട് എൻ്റെ സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. അതായിരുന്നു ഞാൻ കൂടുതൽ പേർക്കും അയച്ചു കൊടുത്തിരുന്ന 2 മീംസ് എന്ന് പറയുന്നത് ചോക്ലേറ്റിലെ ജയസൂരിയുടെ ഫോട്ടോയും പ്ലസ് അയാൾ കഥ എഴുതിനകത്ത് നൈറ്റ് ഇട്ടുകൊണ്ട് വന്ന് നന്ദി പറയുന്ന ലാലേട്ടൻ്റെ ഫോട്ടോ ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. അതായിരുന്നു നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെക്കുന്നതിന് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഈ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റ് മൂവ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ ഷോർട്ടായിട്ട് ഒരു കൊമേഴ്ഷ്യൽ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് മേ ബി നല്ല ഫിലിം മേക്കറിനൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അവർക്കൊരു പ്രീ റെക്കോർഡ് ഉണ്ടാവും ഇതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അവരുടെ റൺ എങ്ങനെയാണെന്നൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഇതുവരെ ഒരിക്കലും പാടാത്ത ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. എൻ്റെ സ്കൂളിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒരു മുമ്പ് സക്സസ് ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും ഞാൻ അതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ ഒരു കൊമേഴ്ഷ്യൽ പടം പിടിക്കാൻ വേണ്ടി അങ്ങനെ പിടിക്കാനും പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു പരീക്ഷണം വിജയിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും ഞാൻ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് വന്നു ചേർന്നിട്ടുള്ള കുറച്ച് ഓഡിയൻസിനെ നിരാശരാക്കാതെ അടുത്ത സിനിമയിലും അങ്ങനത്തെ ഒരു നിഷ ഓഡിയൻസിന് വേണ്ടി തന്നെ പടം ചെയ്യണമെന്നാണ് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കൊമേഴ്ഷ്യൽ രീതിയിലൊരു കണ്ടീഷനിങ് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത സിനിമ ഏത് ജോണറിലായിരിക്കും? എത്തരത്തിലുള്ള ഈ ഒരു സൈഫൈ മോഡിലാണോ അതോ ഒരു ഫീൽ ഗുഡ് ആണോ, എങ്ങനെയാണ് വിചാരിക്കുന്നത്? സോ എൻ്റെ മൂവിക്കകത്ത് ജനചരിക്കകത്ത് ഒരു കോമിക് ബുക്ക് ഗൂഗിൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടൈറ്റിൽ നമ്മൾ ആ ടൈറ്റിലാണ് എൻ്റെ നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത്. അതൊരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും ചെയ്യുക. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റിക് ആൻഡ് മോർട്ടി, ഡോക്ടർ സ്ട്രേഞ്ച് ഓർ മേ ബി മനുവങ്കിൾ, അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു മൂവി ആയിരിക്കും. ഒരു കുറച്ചുകൂടെ ഈ ജനചരി യൂണിവേഴ്സിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കഥയാണ്. ഒരു കുറച്ചുകൂടെ ഒരു സൈഫൈ ഓറിയൻറ്റഡ് തന്നെയാണ്. എന്നാലും കുറച്ച് എൻ്റർടൈനിങ് ആയിരിക്കും, കുറച്ചുകൂടെ ബഡ്ജറ്റൊക്കെ ഉണ്ടാവും എന്നാണ്. മലയാളത്തിൽ അടുത്തൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലേ? അതൊരു ഫോർ ദ സേക്ക് ഓഫ് ഒരു മാർക്കറ്റിംഗ് ടേമായിട്ടല്ലാതെ ആ യൂണിവേഴ്സിൽ നിന്നും കൃത്യമായ എലമെൻസുകളെ പിക്കപ്പ് ചെയ്ത് ആ യൂണിവേഴ്സിനകത്ത് ഇപ്പം നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്ത കുറച്ച് അതർ വേൾഡ്ലി എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഒരു ഫ്രാഞ്ചൈസി എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അതൊരു വലിയ ഡ്രീമാണ്. എൻ്റെ സക്സസ് അനുസരിച്ചിരിക്കും, ഇപ്പോൾ ഉള്ള മൂവിയുടെ സക്സസ്സും ആൾക്കാരെ എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അതിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷനൊക്കെ അനുസരിച്ചിരിക്കും. അത് എല്ലാം ഡ്രീം ടു റിയാലിറ്റി വരുന്നതൊക്കെ. ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഗഗനചാരി ഇപ്പം വളരെ സക്സസ്ഫുള്ളായി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അതുണ്ടാവട്ടെ എന്ന് തന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഞങ്ങളെപ്പോലെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് വലിയൊരു മോട്ടിവേഷനായിട്ടും ഒക്കെ അരുൺ ചന്തു എന്ന ഡയറക്ടറിനെ ഇനിയും ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ഞാൻ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് താങ്ക്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് വരും സിനിമകൾക്കായിട്ട്. താങ്ക് യു.